അഫ്ഗാനിസ്ഥാനും ഇറാഖിനും ശേഷം അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി മാറുകയാണ്. 39 ദിവസത്തെ പോരാട്ടം അമേരിക്കയുടെ ആയുധപ്പുരകളെ ശൂന്യമാക്കിയപ്പോൾ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന കണക്കുകളാണ്. ഇപ്പോൾ 50 ദിവസത്തിന് മുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. എന്തായാലും ഫെബ്രുവരി അവസാന വാരത്തിൽ ഇറാനെതിരെ അമേരിക്ക ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി പ്രഖ്യാപിക്കുമ്പോൾ അത് പെന്റഗണിന്റെ കണക്കുകൂട്ടലുകളെ ഇത്രമേൽ തെറ്റിക്കുമെന്ന് ആരും കരുതിയില്ല. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ട് എങ്കിലും ആയുധപ്പുരകളിലെ ശൂന്യതയും സാമ്പത്തിക ബാധ്യതയും വാഷിംഗ്ടണിലെ പ്രതിരോധ ആസൂത്രകരെ ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. അവിടെ മറ്റൊരു കാര്യം കാണാം, ഇറാന്റെ കരുത്തും. എന്തായാലും കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ടാണ് അമേരിക്ക നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലം യുദ്ധമില്ല എന്ന നിലപാടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ആകാശത്തൊരുകുന്ന ശതകോടികൾ. ഈ യുദ്ധത്തിൽ അമേരിക്ക ചെലവഴിച്ച തുക മാത്രം മതി ഒരു ചെറിയ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്താൻ. 56 ദിവസം പിന്നിട്ട് 60ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഈ നീണ്ടു നിന്ന തീവ്രമായിട്ടുള്ള പോരാട്ടത്തിനായിട്ട് അമേരിക്ക ചെലവഴിച്ചത് ഏകദേശം 2800 കോടി മുതൽ 3500 കോടി ഡോളർ, ഏകദേശം 3.29 ലക്ഷം കോടി രൂപയാണ്. അതായത് ഓരോ ദിവസവും ശരാശരി 100 കോടി ഡോളർ, ഏകദേശം 9425 കോടി രൂപ യുദ്ധത്തിനായിട്ട് എരിഞ്ഞു തീർന്നു. യുദ്ധത്തിന്റെ ആദ്യ 48 മണിക്കൂറിൽ മാത്രം 560 കോടി ഡോളറിന്റെ ആയുധങ്ങളാണ് അമേരിക്ക പ്രയോഗിച്ചത്. ഹവാർഡ് കെന്നഡി സ്കൂളിലെ സാമ്പത്തിക വിദഗ്ധൻ ലിൻഡ ബിൽൻസിന്റെ നിരീക്ഷണമനുസരിച്ച് ഈയൊരു കണക്കുകൾ വെറും മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. സൈനികരുടെ പെൻഷൻ, ചികിത്സാ ചെലവുകൾ കൂടി കണക്കിലെടുത്താൽ ഈ യുദ്ധത്തിന്റെ ആകെ ചെലവ് 1 ലക്ഷം കോടി ഡോളർ കടക്കുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. വലിയ സാമ്പത്തികം നേരിടുന്നതും മാത്രമല്ല, ആയുധശേഖരം കുറയുന്നതും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയിലാക്കുന്ന കാര്യമാണ്. അതായത് ശൂന്യമാകുന്ന ആയുധപ്പുരകൾ. അമേരിക്കൻ സൈന്യം അഭിമാനത്തോടെ അവതരിപ്പിച്ച പല മിസൈലുകളും ഈ യുദ്ധത്തോടെ തീരാറായിരിക്കുകയാണ്. ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മിസൈലുകളുടെ അവസ്ഥ താഴെ പറയുന്ന രീതിയിലാണ്. ഒന്നാമത്തേത് JASSM ER സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈൽ എന്ന് ഇതിനെ പറയാം. അതായത് ഇത് പ്രയോഗിച്ചത് 1100 എണ്ണമാണ്. ഇതിന്റെ വില ഒരെണ്ണത്തിന് മാത്രം വരുന്നത് 11 ലക്ഷം ഡോളറാണ്. ശേഷിക്കുന്നത് വെറും 1500 എണ്ണം മാത്രം. പ്രത്യേകത, റഡാറുകളെ വെട്ടിച്ച് 960 കിലോമീറ്റർ അകലെയുള്ള ശത്രു താവളങ്ങളെ തകർക്കാൻ ശേഷിയുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അവിടെ അതിൽ വലിയൊരു ശൂന്യത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തേതാണ് ടോമോഹോക്ക് പ്രയോഗിച്ചത്. 1000-ലധികമാണ് പ്രയോഗിച്ചത്. ഇതിന്റെ വില എന്ന് പറയുന്നത് ഒന്നിന് 36 ലക്ഷം ഡോളറാണ്. ഇതിന്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് അമേരിക്ക ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നതിന് 10 ഇരട്ടി മിസൈലുകൾ ഒരു ചുരുങ്ങിയ ദിവസങ്ങളിൽ പ്രയോഗിച്ചു കഴിഞ്ഞു എന്നതാണ്. അതായത് വലിയ സാമ്പത്തിക നഷ്ടം ഇതിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ പറയുന്ന ആയുധങ്ങളും കുറയുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ എന്ന് പറയുന്നത് പാട്രിയറ്റ് ഇന്റർസെപ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രയോഗിച്ചിട്ടുള്ള 1200 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ വില എന്ന് പറയുന്നത് ഒന്നിന് 4 ലക്ഷം ഡോളറിൽ അധികമുണ്ട്. പ്രതിസന്ധി എന്ന് പറയുന്നത് 2025 വർഷം മുതൽ ഉൽപ്പാദിപ്പിച്ച 600 എണ്ണമാണ്. അതിന്റെ ഇരട്ടി ഇതിനോടകം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒരു ഉദാഹരണം പറയാം. 3000 ഈ പറയുന്നത് പോലെ തന്നെ ക്രൂയിസ് മിസൈൽ അല്ലെങ്കിൽ പേട്രിയറ്റ് അങ്ങനെയുള്ള ഈ പറയുന്ന ആയുധങ്ങൾ അമേരിക്കയുടെ പക്കലുണ്ടെങ്കിൽ അതിൻ്റെ 1500 എണ്ണം ഈ ഒരു 50 ദിവസം 60 ദിവസം അടുക്കാറായി ആ ഒരു യുദ്ധം തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ 60 ദിവസത്തിലും പകുതിയും വെടിനിർത്തലായിരുന്നു. 2 ആഴ്ചയൊക്കെ വെടിനിർത്തൽ കരാറിലാണ്. അപ്പോൾ 36 അല്ലെങ്കിൽ 35 ദിവസം വരെയായിരുന്നു ഈ യുദ്ധം നടന്നത് എന്ന് കണക്കാക്കുകയാണെങ്കിൽ ഇവർ ഉൽപ്പാദിപ്പിച്ച അല്ലെങ്കിൽ ഇവരുടെ പക്കലുള്ള ഈ 3000 ക്രൂയിസ് മിസൈലുകളിൽ 1500 എണ്ണവും തൊടുത്തുവിട്ടു. പക്ഷെ ആ തൊടുത്തു വിട്ടിട്ട് വലിയ പ്രഹാരമൊന്നും ഈ പറയുന്ന ഇറാന് സംഭവിച്ചില്ല. ഇറാന്റെ ഇരട്ടി പ്രഹാരം അമേരിക്കയ്ക്ക് വരികയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പകുതി ദിവസങ്ങളിൽ പോലും ഈ പറയുന്ന അമേരിക്ക അത്രയും സൂക്ഷ്മമായിട്ട് അവരുടെ അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ എന്ന് പറയുന്നത് പകുതിയും ആ ഒരു ദിവസത്തിൽ തീർന്നു എന്ന് പറയുന്നത് തന്നെ അവരെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. എന്തായാലും ഇറാനിലെ യുദ്ധം കാരണം അമേരിക്കയുടെ
അമേരിക്കയുടെ ആഗോള സൈനിക വിന്യാസ താവളം തെറ്റിയിരിക്കുകയാണ്. ഏഷ്യയിലും യൂറോപ്പിലും വിന്യസിച്ചിരുന്ന ആയുധങ്ങളും സൈനികരും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഉത്തര കൊറിയ ലക്ഷ്യമിട്ട് ദക്ഷിണ കൊറിയയിൽ സ്ഥാപിച്ചിരുന്ന താഡ് വ്യോമ പ്രതിരോധ മിസൈലുകൾ ഇറാനിലേക്ക് മാറ്റി. ഇത് ഏഷ്യൻ മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയെ ബാധിച്ചേക്കാം എന്നാണ് കണക്കുകൂട്ടുന്നത്. എന്തായാലും നിരീക്ഷണ ഡ്രോണുകളുടെ കുറവ് നാറ്റോ സഖ്യത്തിന്റെ കരുത്തിനെ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. പസഫിക് മേഖലയിൽ ചൈനയെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള ടോമാഹോക്ക് മിസൈലുകളുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായതായിട്ട് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാൻ തന്നെ ട്രംപ് മുതിരുന്നില്ല എന്നുള്ളതാണ്. ഇനി സാധാരണക്കാരന്റെ വയറൊട്ടിക്കുന്ന ഒരു യുദ്ധമായിട്ടാണ് ഇത് ലോകരാജ്യങ്ങൾ കണക്കാക്കുന്നത്. യുദ്ധത്തിന്റെ യഥാർത്ഥ വില നൽകേണ്ടി വരുന്നത് സാധാരണക്കാരായിട്ടുള്ള US പൗരന്മാരാണ്. യുദ്ധ ചെലവുകളെ അമേരിക്കയിലെ ആഭ്യന്തര ക്ഷേമ പദ്ധതികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഭീകരത വ്യക്തമാകും. അമേരിക്കയിലെ 4.2 കോടി ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന പദ്ധതിയുടെ SNAP പ്രതിദിന ചെലവ് എന്ന് പറയുന്നത് $3 ദശലക്ഷം ആണ്. അതായത് യുദ്ധത്തിന്റെ ഒരു ദിവസത്തെ ചെലവ് കൊണ്ട് അമേരിക്കയിലെ ദരിദ്രർക്ക് 3 ദിവസം ഭക്ഷണം നൽകാം. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം കാരണം അമേരിക്കയിൽ പെട്രോൾ വില ഒറ്റ ആഴ്ച കൊണ്ട് 27 സെന്റ് വർദ്ധിച്ചു. ഇത് 2022 റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ വർധനവാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അമേരിക്ക താളം തെറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് പുനർനിർമ്മാണത്തിന് വർഷങ്ങൾ വേണ്ടിവരുമെന്നുള്ള കാര്യവും കൂടി അമേരിക്ക മനസ്സിലാക്കുന്നത്. അതായത് നിലവിലെ ഉൽപാദന നിരക്ക് അനുസരിച്ച് തീർന്നു പോയിട്ടുള്ള ആയുധങ്ങൾ വീണ്ടും ശേഖരിക്കാൻ വർഷങ്ങൾ എടുത്തേക്കാമെന്നാണ് സെനറ്റർ ജാക്ക് റീഡ് ആശങ്കപ്പെടുന്നത്. ഈ ലോക്ഹീഡ് മാർട്ടിൻ പോലുള്ള കമ്പനികളുമായിട്ട് പുതിയ കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അമേരിക്കൻ കോൺഗ്രസിന് ഇതുവരെ അനുവദിച്ചിട്ടില്ല. എന്നാൽ ഈ റിപ്പോർട്ടുകളെല്ലാം ഫേക്ക് ന്യൂസ് ആണെന്നാണ് വൈറ്റ് ഹൗസിന്റെ നിലപാട്. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ വെടിനിർത്തൽ നീട്ടിക്കൊണ്ട് അമേരിക്ക പോകുന്നത്? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ പക്കൽ ഇനി ആയുധങ്ങൾ ഒന്നും തന്നെ ഇല്ല. വലിയൊരു നിരാശ ഉണ്ടാകുന്നു. അവിടുത്തെ സൈനികർ മാറുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നമാണ്. ഇനി ഈ യുദ്ധം മുന്നോട്ട് പോയാൽ അവർക്ക് അമേരിക്കയ്ക്ക് ഒരിക്കലും ഇറാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് അവർ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും അമേരിക്കയുടെ ആയുധപ്പുരകൾ ഇപ്പോഴും സുരക്ഷിതമാണെന്ന് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് അവകാശപ്പെടുന്നുണ്ട്. എങ്കിലും പെന്റഗൺ ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിടാത്തത് നിഗൂഢത വർദ്ധിപ്പിക്കുന്നു. ഇറാൻ യുദ്ധം കേവലം ഒരു സൈനിക പോരാട്ടമല്ല, മറിച്ച് അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറയും ആഗോളാധിപത്യത്തെയും ചോദ്യം ചെയ്യുന്ന ഒന്നായിട്ട് മാറിക്കഴിഞ്ഞു. വിപണിയിലെ വിലക്കയറ്റവും ആയുധങ്ങളുടെ ദൗർബല്യവും വാഷിംഗ്ടണിനെ വരും നാളുകളിൽ വലിയ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കും. തോക്കുകൾ നിശബ്ദമായാലും ആ ചാരത്തിൽ നിന്ന് കരകയറാൻ അമേരിക്കയ്ക്ക് ഇനി ഏറെ വിയർപ്പൊഴിക്കേണ്ടി വരും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഈ യുദ്ധത്തിൽ പരാജയം എന്നതിലുപരി ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിരിക്കുന്നത് അമേരിക്കയ്ക്കാണ്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ആയുധങ്ങളും അതുപോലെ തന്നെ അവരുടെ സാമ്പത്തികവും മൊത്തത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇനിയൊരു യുദ്ധം ഇറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പ്രതിരോധിക്കാനുള്ള ശേഷി ഇപ്പോൾ അമേരിക്കയുടെ പക്കലില്ല. ഇനി ആ ശേഷി വീണ്ടെടുക്കണമെങ്കിൽ പോലും വർഷങ്ങൾ എടുത്തേക്കും. കാരണം അതുപോലെ തന്നെയുള്ള ഒരു സമ്പത്ത് അവരുടെ പക്കലുണ്ടായിരിക്കണം. പക്ഷേ ഇപ്പൊ സമ്പത്ത് എന്ന് പറയുന്ന സാധനം അവർക്കില്ല. മാത്രമല്ല വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് രൂപപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഈ പറയുന്ന യുദ്ധങ്ങളും കരാറുകളും നീട്ടി അമേരിക്ക മുന്നോട്ട് പോകും. വലിയ രീതിയിലുള്ള പ്രഹരത്തിന് തൽക്കാലം അമേരിക്ക മുതിരില്ല. മുതിർന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം.